പമ്പ നിലയ്ക്കൽ സർവീസ് നടത്തുന്ന കെഎസ്ആർടിസി ബസ്സിന് തീപിടിച്ചു. ഡ്രൈവറും കണ്ടക്ടറും മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത്. പുക ഉയരുന്നത് കണ്ട് ഇരുവരും പുറത്തിറങ്ങിയതിനാൽ ആളപായമില്ല. ചാലക്കയത്തിനും നിലയ്ക്കലിനുമിടയിൽ വെച്ചായിരുന്നു അപകടം. മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, ഈ ഒരു വിഷയം രാവിലെ നമ്മൾ സംസാരിച്ചതാണ്. കാരണം ഹൈക്കോടതി നിർദ്ദേശം ഉണ്ടായിരുന്നു, ഇനി മുതൽ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് പോകുന്ന ബസ് സർവീസുകൾ അല്ലെങ്കിൽ തീർത്ഥാടകരെ ഉൾക്കൊള്ളിച്ച് കൊണ്ടുപോകുന്ന കെഎസ്ആർടിസി സർവീസുകൾ സ്വീകരിക്കുമ്പോൾ അത് പുതിയ ബസ്സുകളായിരിക്കണം, ഇത്ര കാലപ്പഴക്കമുള്ള ബസ്സുകൾ പാടില്ല എന്നെല്ലാം ചില നിർദ്ദേശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കാരണം ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരം ഒരു നിർദ്ദേശം വെച്ചത്. എന്നാൽ കെഎസ്ആർടിസിയുടെ ഭാഗത്തു നിന്ന് വീണ്ടും കാലപ്പഴക്കമുള്ള ബസ്സുകൾ തന്നെയാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാം ഒരു ഫലമായി അല്ലെങ്കിൽ ഒരു റിസൾട്ടായി തന്നെ ഈ ഒരു അപകടത്തെ കാണാൻ സാധിക്കും അല്ലേ? ദേവിക, ബസ്സുകളുടെ കാലപ്പഴക്കം ഒപ്പം തന്നെ ഫിറ്റ്നസ് ഇത് ഉറപ്പാക്കിക്കൊണ്ട് യാത്രക്കാരുടെ തീർത്ഥാടകരുടെ സുരക്ഷ ഉത്തരവാദിത്വം ഉറപ്പാക്കിക്കൊണ്ടുള്ള സർവീസുകളാണ് നടത്തേണ്ടതെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ പരാതികളും ഉയർന്നതാണ്. കാലപ്പഴക്കം ചെന്ന ഫിറ്റ്നസ് ഇല്ലാത്ത കെഎസ്ആർടിസികൾ പമ്പ നിലയ്ക്കൽ സർവീസിനായി ഉപയോഗിക്കുന്നു എന്നുള്ള ആക്ഷേപം ഹൈന്ദവ സംഘടനകളും ഭക്തജനങ്ങളും എല്ലാം ഉയർത്തുകയും ചെയ്തതാണ്. ഇത് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇന്ന് രാവിലെ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ 5:30-ക്കാണ് പമ്പയിലേക്ക് നിലയ്ക്കലിൽ നിന്ന് പോയ കെഎസ്ആർടിസി ബസ്സിന് തീപിടിച്ചത്. ചാലക്കയത്തിനും നിലയ്ക്കലിനുമിടയിൽ വെച്ചാണ് പിടിച്ച് അപകടമുണ്ടായത്. ബോണറ്റിനടിയിൽ നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ വാഹനം നിർത്തുകയും തുടർന്ന് ഡ്രൈവറും കണ്ടക്ടറും ചേർന്ന് പരിശോധന നടത്തുകയുമായിരുന്നു. ഈ സമയത്ത് കണ്ടക്ടറും ഡ്രൈവറും മാത്രമായിരുന്നു ബസ്സിലുണ്ടായിരുന്ന. ഒഴിഞ്ഞ ബസ്സുമായിട്ട് പമ്പയിൽ നിന്നും തീർത്ഥാടകരെ നിലയ്ക്കലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി രാവിലത്തെ സർവീസിന് പോയ ബസ്സാണ്. തുടർന്ന് ഡ്രൈവറും കണ്ടക്ടറും ചേർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ബോണറ്റിൽ നിന്നും പുക ഉയർന്നത് കണ്ടതും. ഉടൻ തന്നെ ബസ്സിലുണ്ടായിരുന്ന സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം ഇരുവരും നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. തുടർന്ന് അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചു. നിലയ്ക്കലിൽ നിന്നും പമ്പയിൽ നിന്നുമുള്ള സ്റ്റേഷനുകളിൽ നിന്ന് അഗ്നിരക്ഷാസേനയുടെ 3 യൂണിറ്റുകൾ ഉടൻ ഇവിടെ എത്തി തീ അണക്കുകയായിരുന്നു. കൂടുതൽ പോലീസിനെയോ അഗ്നിരക്ഷാ സംവിധാനത്തെ വേഗത്തിൽ ബന്ധപ്പെടുത്തുന്നതിനോ ഉള്ള സംവിധാനങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. റേഞ്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഒപ്പം ഈ പ്രദേശത്ത് പോലീസിന്റെയോ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരുടെയോ ഒന്നും പെട്രോളിംഗ് സംവിധാനവും ആ സമയത്ത് കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. വേഗത്തിലെത്തി അഗ്നിരക്ഷാ സേനയുടെ 3 യൂണിറ്റുകൾ ഈ തീ അണയ്ക്കുകയായിരുന്നു. വലിയ അപകടമാണ് ഒഴിവാക്കിയിരിക്കുന്നത്. യാത്രക്കാർ ഭക്തജനങ്ങൾ ഉള്ള സമയത്തായിരുന്നുവെങ്കിൽ വലിയ അപകടം ഉണ്ടാകാൻ ഇടയാക്കുന്ന ഒരു കാര്യമായിരുന്നു ഇത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബസ്സുകളുടെ ഫിറ്റ്നസ് കാലപ്പഴക്കം ചെന്ന ബസ്സുകളല്ല ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തി ശബരിമല തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടുള്ള സർവീസ് നടത്തണം എന്നുള്ള നിർദ്ദേശങ്ങൾ വരുന്നു. ഈ കാര്യത്തിൽ പരാതികൾ ഉയരുന്നു. ഹൈന്ദവ ഭക്തജന സംഘടനകൾ ഇക്കാര്യത്തിൽ പ്രതിഷേധം നേരത്തെ അറിയിക്കുന്നു. പക്ഷേ ഈ കാര്യത്തിലൊന്നും ഒരു തീരുമാനമോ നടപടിയോ ഉണ്ടാക്കുന്നില്ല. ഭക്തജനങ്ങളുടെ സുരക്ഷ ഉത്തരവാദിത്തം സർക്കാർ ഈ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഈ സംഭവം മാറുകയാണ്. കെഎസ്ആർടിസിയുടെ KL 15-1748 എന്ന KURTC ബസ്സാണ് തീ പിടിച്ചത്. വലിയ ഉത്തരവാദിത്തക്കേട്, വലിയ സുരക്ഷാ വീഴ്ച ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നു. കണ്ടക്ടറും ഡ്രൈവറും മാത്രമുള്ളത് കൊണ്ടും ഇവർ സംയോജിതമായി വളരെ പെട്ടെന്ന് ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയത് കൊണ്ടും ആളഭയമില്ലാതെ ഈ സംഭവം ഒഴിഞ്ഞു മാറിപ്പോയി. തലനാരിഴയ്ക്ക് മാറിപ്പോയ ഒരു ഭാഗ്യം കൊണ്ട് തലനാരിഴയ്ക്ക് മാറിപ്പോയ ഒരു അപകടം എന്ന് മാത്രമേ ഇതിനെ വിലയിരുത്താനാകൂ. ദേവിക. മിഥുൻ മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്. രോഹിണി, നമുക്കറിയാം ഇതിനുള്ളിൽ തീർത്ഥാടകർ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കാമെന്ന്. കാരണം ഡ്രൈവറും കണ്ടക്ടറും മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർ ആ പുക ഉയർന്നപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്കും പരിക്ക് പറ്റാം, അല്ലെങ്കിൽ മറ്റു വലിയ അപകടങ്ങളിലേക്ക് പോകാമെന്നുള്ളൊരു സംഭവമായിരുന്നു. ഇതുകൊണ്ടാണ് ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പാലിക്കാതെ KSRTC അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഇത്തരം തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അതിനിരയാകുന്നത് പാവപ്പെട്ട ഭക്തരാണ് എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത്.